31 വർഷക്കാലം വ്യവസായ വകുപ്പിൽ സേവനമനുഷ്ഠിക്കുകയും പിന്നീട് ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിക്കുകയും ചെയ്ത് പിന്നെ ഡ്രീം ബിസ് എന്ന തൻ്റെ കൺസൾട്ടൻസിയിലൂടെയും എഴുത്തിലൂടെയും ആളുകളെ വീണ്ടും ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പ്രചോദിപ്പിക്കുന്ന ടി.എസ്. ചന്ദ്രൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. ഈ 31 വർഷ കാലയളവ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവല്ല. അപ്പം നമ്മൾ കാണുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ വിരമിച്ചു കഴിഞ്ഞാൽ അവരുടെ റിട്ടയർമെന്റ് കാലം ആഘോഷിക്കാറാണ് പതിവ്. എന്നാൽ സാറ് വീണ്ടും തൻ്റെ കൺസൾട്ടൻസിയിലൂടെ ആളുകളെ വീണ്ടും ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. എന്തായിരുന്നു ഇത്തരത്തിലൊരു നീക്കം നടത്താൻ പ്രചോദിപ്പിച്ചത്? ആദ്യം മുതലേ നമ്മുടെ ഒരു പ്രാക്ടീസ് അതായിരുന്നു. അതായത് കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ശമ്പളം മേടിച്ച് പോയാൽ മതിയെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും വലിയ കാര്യങ്ങളില്ല. പക്ഷേ നമ്മൾ കുറച്ചും കൂടി അത് വ്യക്തിപരമായൊരു താല്പര്യം കൂടിയാണ് അതിൻ്റെ പിന്നിലുള്ളത്. നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാഷനായിട്ടുള്ള ഒരു കാര്യമാണത്. ഞാൻ ചെന്നുപെട്ടത് വ്യവസായ വകുപ്പിലാണ്. അത് എൻ്റെ ഒരു ചോയ്സ് ആയിരുന്നില്ല. പക്ഷെ ഞാനതിൽ വന്നുപോയി നോക്കിക്കഴിഞ്ഞപ്പോൾ അതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് കടലോളമാണ്. ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. പല ആൾക്കാർക്കും അതിൻ്റെ ചെറിയൊരു ഗൈഡൻസ് കൊടുത്താൽ അവരങ്ങ് പൊക്കോളും. ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നവർ അങ്ങനെ ഒരു ഹെൽപ്പ് ചോദിച്ച് വരുന്നവരാണ്. അപ്പോൾ അത് ഞാൻ ഈ സർവീസിൽ കയറി അന്നു മുതൽ ഫോളോ ചെയ്തു വരുന്ന ഒരു പ്രിൻസിപ്പിൾ. അതിന് ശേഷവും ഫോളോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഗവൺമെൻറ്റിൻ്റെ വേറെ നമുക്കിപ്പോൾ ഇത്തരം എക്സ്റ്റൻഷൻ വർക്ക് നടത്തണമെങ്കിൽ ഒരു ഗവൺമെൻറ് ഫ്രെയിം വർക്കൊന്നും വേണമെന്നില്ല. ഇത് തന്നെ ഒരു പ്രൈവറ്റ് മാനേജ്മെൻറ്റ് കോളേജിലാണ് ഞാനിപ്പോൾ ഒരു വിസിറ്റിംഗ് എൻ്റർപ്രണർഷിപ്പ് ഗൈഡൻസ് എന്നുള്ള ലെവലിൽ വരുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു പാഷനായതുകൊണ്ട് ഞാനത് വെച്ച് പോരുന്നതാണ്. നമുക്ക് കൂടുതൽ താല്പര്യമുള്ളത് കൊണ്ടും. നമ്മളൊരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളെ കാണുന്നു, സംസാരിക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളൊരു സർക്കാർ സംവിധാനത്തിൻ്റെയും ഭാഗമല്ല. പക്ഷേ ഇപ്പോൾ സാർ നോക്കുമ്പോൾ അന്ന് കാണാതിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിൽ അവസരം തേടി വരുന്നവർ നേരിടുന്നതായി തോന്നാറുണ്ടോ? അന്നും ഇന്നും പ്രശ്നങ്ങളൊക്കെ സെയിമാണ്, വ്യത്യാസമൊന്നുമില്ല. സംരംഭം തുടങ്ങുന്നതിൻ്റെ കേരളത്തിലെ ഒരു ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ മൈൻഡ് സെറ്റപ്പ് ഒന്ന് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അത് അന്നും ഇന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കുറേയൊക്കെ ഒരു വ്യത്യാസം ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സർവീസിൽ ഇരിക്കുമ്പോഴും ഈ ശരിക്കും പറഞ്ഞാൽ ഈ 2018 ശേഷം ഇങ്ങോട്ട് കേരളത്തിൽ ഒത്തിരി നിയമനിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട് സംരംഭകർക്ക് അനുകൂലമായിട്ട്. അതിനു മുമ്പൊന്നും ഇല്ലാത്ത വിധം നടന്നിട്ടുള്ള നിയമനിർമ്മാണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ സംരംഭകർ ഫേസ് ചെയ്യുന്ന ഹഡിൽസ് കുറേയേറെ മിനിമൈസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലീഗൽ വൈസിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലൈസൻസ് വൈസിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറേയേറെ ഹഡിൽസ് മിനിമൈസ് ചെയ്തു. ഇപ്പം ഞാൻ സർവീസിൽ കയറുന്ന സമയത്തൊക്കെ എൻ്റെ മുമ്പിലൊരു സംരംഭകൻ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അവൻ പറയുന്നത് ഞാനൊരു ലൈസൻസിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ ലൈസൻസ് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതിന് വർഷങ്ങളോളം അയാൾ കാത്തിരിക്കേണ്ടി വരും. ഇന്നാ സ്ഥിതി മാറി. നിങ്ങളൊരു ലൈസൻസിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ, 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തീരുമാനം ഉണ്ടാവും. കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞു, ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാം, പക്ഷേ ഒരു തീരുമാനം ഉണ്ടാവും. ആ ലെവലിലേക്ക് നമ്മുടെ കാലഘട്ടം മാറി എന്നുള്ളതാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ തുടക്കം കുറിച്ചതാണ്. ഞങ്ങളൊക്കെ പല പ്രപ്പോസലുകളും പലപ്പോഴും വെച്ച് ചർച്ച ചെയ്തൊക്കെ പോയിട്ടുള്ള കാര്യങ്ങളാണ്. അത് 2018 മുതൽ നിയമമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളം കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ വ്യവസായത്തിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം റാങ്കിലേക്കൊക്കെ പോയത്. സാറിപ്പം പറഞ്ഞല്ലോ ആളുകളുടെ മൈൻഡ് സെറ്റ് ഇനിയും മാറേണ്ടതുണ്ട് എന്ന്. അപ്പം ഇപ്പോഴും ആളുകൾക്ക് ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പേടിയാണ്. അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു സങ്കീർണതയാണോ, അതോ ആളുകളുടെ മൈൻഡ് സെറ്റ് മാറാത്തത് കൊണ്ട് തന്നെ അവർക്ക് തോന്നുന്നതാണ്? ഞാനതാണ് പറഞ്ഞത്, നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. ഇപ്പോൾ ബേസിക് കൾച്ചർ, ഇപ്പോൾ ഗുജറാത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു +2 കഴിയുന്ന കുട്ടിയോട് പറയുന്നത് നിനക്കൊരു 10 ലക്ഷം രൂപ തരാം, നീ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചോ, ആ ലെവലിലുള്ള ഒരു രീതിക്കാണ്. പക്ഷേ ഇവിടെ അതാണോ? ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ പറയും, ഇപ്പോൾ കുട്ടികൾ വളർന്നു വന്നാൽ നമ്മൾ പറയും നിങ്ങൾ കോച്ചിങ്ങിന് പോകണം, നിങ്ങൾ ഡോക്ടറാവണം, എൻജിനീയർ ആവണം, അല്ലെങ്കിൽ ആ രീതിക്ക് പോകണം, ഇതൊന്നും പറ്റാത്തവർ PSC പരീക്ഷ എഴുതി പോകണം. ആ ഒരു കൾച്ചറിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസമാണ് ഈ കൾച്ചർ. ആ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും എൻ്റർപ്രണർഷിപ്പിനെ ഫേവർ ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് ആ മൈൻഡ് സെറ്റ് മാറ്റാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്താ? കേരളത്തിൻ്റെ ശമ്പളം കൊടുക്കാൻ കാശില്ലാതെ വരുന്നു. ശമ്പളം മുടങ്ങിയെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ സർക്കാർ ജീവനക്കാരുടെ DA മുടങ്ങുന്നു, അവരുടെ ശമ്പള പരിഷ്കരണം ഇല്ലാതാകുന്നു, SC/ST കുട്ടികളുടെ സ്കോളർഷിപ്പ് പോലും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി വരുന്നു. അങ്ങനെ നിരവധി ഇപ്പോൾ കോൺട്രാക്ടർമാർ
ചെയ്ത വർക്കിൻ്റെ പണം കൊടുക്കാനില്ല എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ഇൻഡസ്ട്രീസ് വന്നാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന ഒരു ചിന്ത വ്യാപകമായിട്ട് ഇനിയും ഉണ്ടാകണം. അപ്പോൾ അതിന് ഒത്തിരി കാര്യങ്ങൾ ഗവൺമെൻറ് തലത്തിൽ ചെയ്തു വരുന്നുണ്ട്, ഇനിയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെന്താ ചോദിച്ചു വന്ന് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു സങ്കീർണതയാണോ അത് ഇതിന് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നത് കൊണ്ടൊക്കെയാണോ ആളുകൾ അതിലേക്ക് മടിക്കുന്നത്? അങ്ങനെയുമുണ്ട്. പക്ഷേ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളൊരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവനെ സംബന്ധിച്ച് അവൻ്റെ ഒരു വർഷത്തെ കുറേ നാളുകളത്തെ അധ്വാനമായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രോപ്പർട്ടി വിറ്റ് കിട്ടിയ പൈസ ആയിരിക്കാം. അപ്പോൾ അതിന് എത്രമാത്രം സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആളുകൾ നന്നായിട്ട് ഫിയർ ചെയ്യുന്ന, പേടിക്കുന്നൊരു ഘടകം അതാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറില്ല എന്താണെന്നറിയോ, നമുക്ക് കൂളായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റണം, സ്മൈൽ ചെയ്ത് ബിസിനസ് ചെയ്യാൻ പറ്റണം. അതിനെന്ത് വേണം? റിസ്ക് ഫാക്ടർ കുറയ്ക്കണം. എങ്ങനെ റിസ്ക് ഫാക്ടർ കുറയ്ക്കാം? ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റോ ആണെങ്കിൽ അത് ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. അതിന് പല മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ് തുടങ്ങുകയാണെന്ന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സോഫ്റ്റ് ഡ്രിങ്ക്സ് നല്ല ഇൻ്റർനാഷണലൊക്കെ ആയിട്ട് ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു മേഖലയാണ്. ഫ്രൂട്ട് പൾപ്പ് കൊണ്ടുവന്ന് അത് പ്രോസസ്സ് ചെയ്ത് ഡ്രിങ്ക് ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു. ഇവർ ഓടിക്കേറി ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്ലാൻ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നില്ല. അവനൊരു ട്രയൽ നോക്കാം. ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് അത് ഔട്ട്സോഴ്സ് ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇത്രയും പ്ലാന്റ് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരോട് പറയാം, എനിക്ക് ഇത്ര ബോട്ടിൽ ഇന്ന പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കി തരണം. അപ്പോൾ അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് കുറഞ്ഞു. അങ്ങനെ തരുന്ന പ്രോഡക്റ്റും വെച്ച് മാർക്കറ്റിൽ ഇങ്ങനെ പമ്പ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് മാർക്കറ്റിനെ ട്രയൽ ആൻഡ് റൺ നടത്തുക. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു സ്കോപ്പ്? അങ്ങനെ ഉള്ള ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യുമ്പോൾ അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും ഫെയിലിയർ ആവില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താ? എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഐഡിയ കിട്ടിയാൽ ഉടനെ വലിയൊരു പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യും. പ്ലാന്റ് ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞത്, മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ റിക്വയർമെൻറ്റിന് അനുസരിച്ച് വേണം പ്ലാന്റൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. അതും മിനിമം കോസ്റ്റിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് തുടക്കം ചെയ്യേണ്ടത്. അത് പിന്നീട് മാർക്കറ്റിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നതനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് വരാം. അതൊന്നൊരു പ്രശ്നമല്ല. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് സെക്യൂർ ആവാം. അവന് ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് ടെൻഷനില്ലാതെ ബിസിനസ്സിലേക്ക് വരാൻ പറ്റും. ചെറുതായി തുടങ്ങുക, വലുതായി വളരുക. ഇതായിരിക്കണം പുതിയ ഒരു സംരംഭകരെ സംബന്ധിച്ച് എപ്പോഴും അവൻ്റെ ഉള്ളിലുണ്ടാകേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞങ്ങൾ പലരും പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്നൊരു പ്രോജക്റ്റ് നാനോ സ്കീം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റാണ്. ചെറുതായി തുടങ്ങിയാൽ മതി, വീട്ടിൽ തന്നെ തുടങ്ങിയാൽ മതി. അതാണ് ഇപ്പോൾ നാനോ പ്രോജക്റ്റുകൾക്ക് ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഒരു ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് പഞ്ചായത്ത് രാജ് ചട്ടങ്ങളെ ഭേദഗതി ചെയ്തു. എന്നിട്ട് പറഞ്ഞത്, ഒരു വീട്ടിൽ, നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ആ വീടിൻ്റെ 50% ഏരിയ ഇനി മുതൽ വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. പഞ്ചായത്ത് ലൈസൻസോ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും, നമ്പറൊക്കെ കിട്ടും. അതുപോലെ തന്നെ താമസമില്ലാത്ത സ്ഥലമാണെങ്കിൽ 100% ഏരിയയും വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കാം. 5 HP താഴെ പവർ ഉപയോഗിക്കുന്ന നാനോ യൂണിറ്റുകൾക്കാണ് ആ സൗകര്യം കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, താല്പര്യമുള്ള ഒരാൾ അങ്ങനെ തുടങ്ങിയാൽ മതി. എന്നിട്ട് ഈ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നതനുസരിച്ചും പുള്ളിയുടെ പ്രോഡക്റ്റിൻ്റെ സ്വീകാര്യത കൂടി വരുന്നതനുസരിച്ചും പുതിയ മേഖലയിലേക്ക് കടന്നാൽ മതി. അങ്ങനെ വരുമ്പോൾ അവന് ടെൻഷൻ ഫ്രീ ആയിട്ട് സംരംഭത്തിലേക്ക് വരാൻ പറ്റും. ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ വേണം പറഞ്ഞു കൊടുക്കാൻ. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ വർഷങ്ങളോളം പണിയെടുത്ത് സമ്പാദിച്ച പണം നഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും സ്വരൂപിക്കാൻ കഴിഞ്ഞൊരു പണം നഷ്ടം വരില്ല. അപ്പോൾ അതനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ എപ്പോഴും സസ്റ്റെയിൻ ചെയ്യാവുന്ന, കൂളായി ചെയ്യാവുന്ന, ടെൻഷനില്ലാതെ ചെയ്യാവുന്ന ചെറിയ ബിസിനസ്സിലൂടെ കടന്നു വരിക. പക്ഷെ അപ്പോഴും അവൻ്റെ മൈൻഡ് വലുതായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ പ്രസ്ഥാനമാകണം എന്നുള്ള ചിന്തയോട് കൂടി ഈ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്നാൽ മതി. അവിടെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 1000 കിലോ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് തുടങ്ങി, കഴിഞ്ഞ വർഷവും 1000, ഈ വർഷവും 1000, അടുത്ത വർഷവും 1000. അങ്ങനെ ആയിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞ വർഷം 1000 ആണെങ്കിൽ ഈ വർഷം 2000 ആകണം, അടുത്ത വർഷം 4000 ആകണം. അങ്ങനെ വിഷൻ ചെയ്യണം. അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരണം.
മോഡേണൈസേഷൻ കൊണ്ടുവരണം, ടെക്നോളജിയൊക്കെ മാറുകയാണ്, അപ്പോൾ അതിനനുസരിച്ച് മോഡേണൈസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ വീട്ടിൽ തന്നെ തുടങ്ങിയാൽ മതിയെന്ന്, വീട്ടിൽ തന്നെ 10 ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് തുടങ്ങിയാൽ മതി ഒരു വ്യവസായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നയാൾ. ഈസി ആയിട്ട് ഗ്രോ ചെയ്യാനുള്ള ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്.